പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഹോം ടൂർ വീഡിയോ. വീഡിയോ അവസാനം വരെ കാണുക. കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമ്മുടെ വീടിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് വീഡിയോ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, നവനന്ദനം എന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് ഹോം ടൂറിൻ്റെ ഇതിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ്. ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ സ്റ്റോൺ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കുറച്ച് ഏരിയ മാത്രം ചെയ്തിട്ടുണ്ട്. സൈഡിലെല്ലാം നമ്മൾ നാച്ചുറൽ ഗ്രാസാണ് ഇട്ടിരിക്കുന്നത്, ബഫല്ലോ ഗ്രാസ് എന്ന് പറയും. ബാക്കിയുള്ളിടത്തെല്ലാം ഷിപ്സും ഇങ്ങനെ നടന്നു പോകാൻ സ്റ്റോണും ഇട്ടിട്ടുണ്ട്. അപ്പം 12 സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റാണ്. 5 ബെഡ്റൂമായിരുന്നു. താഴെ 3 ബെഡ്റൂം എടുത്തു, മുകളിൽ 2. താഴത്തെ ബെഡ്റൂം മാത്രമേ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. മുകളിലത്തെ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് റൂം എടുത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ കിണർ ഈ പ്ലോട്ടിലുണ്ടായിരുന്ന കിണറാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീട് പണിഞ്ഞത്. അത് കാരണം നമ്മുടെ പൂജാ റൂമിൻ്റെ സ്ഥാനം കിണറിന് അപ്പുറത്തായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു നടുമുറ്റം പോലെ വന്നിരിക്കുന്നത്. ഈ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തൊടിയേ ഉള്ളൂ, ഒരിക്കലും പറ്റത്തില്ല, നല്ല നീരുറവയുള്ള കിണറാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മൂടിയിട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളൊരു പ്ലാൻ എടുപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പൂജാ റൂമിൽ കുറച്ച് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. പൂജാ റൂമിലും ഹോളിൽ ടി വി യൂണിറ്റിൻ്റെ ഏരിയയും, പിന്നെ നമ്മുടെ കിച്ചണിലും അങ്ങനെ കുറച്ച് ഇൻറ്റീരിയർ വർക്കേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ കാറിന് പോർച്ചിന് ഷെഡൊന്നും ഉണ്ടാക്കിയില്ല. ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അവിടെ ആ കാറ് കിടക്കുന്ന ഭാഗത്തൊരു ഷെഡ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പൂജാ റൂമിലോട്ടുള്ള പാത്താണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ലാൻഡ്സ്കേപ്പിൻ്റെ ആൾക്കാർ കൊണ്ടുവച്ച പ്ലാന്റാണ്. എല്ലാം നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിലായപ്പോൾ നമുക്കൊന്നും സെലക്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരുടെ സെലക്ഷൻ തന്നെയായിരുന്നു. പിന്നെ പഴയ വീട്ടിലെ കുറച്ച് അരകല്ലും ആട്ടുകല്ലും ഉരലും അങ്ങനെയൊക്കെയുള്ള കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കിണറിന് ചുറ്റും ഇങ്ങനെ വെച്ചു. അപ്പോൾ നമ്മുടെ പൂജാ റൂമിൻ്റെ ഡോറൊക്കെ നമ്മൾ പണിയിപ്പിച്ചതാണ്. വുഡിൻ്റെ വർക്കെല്ലാം നമ്മുടെ സ്വന്തം പ്ലോട്ടിൽ നിന്ന് എടുത്ത തടിയുടെ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പോർഷൻ മാത്രം ആയിട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. അപ്പം ഇവിടെ വന്നപ്പോൾ അവർ ഡയറക്ഷൻ നോക്കിയപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ നോക്കിയപ്പോൾ ഇങ്ങേ സൈഡിലായത് ഇതിൻ്റെ വർക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ ഒരു CNC വർക്കും കൊടുത്തു. പിന്നെ ജസ്റ്റ് കുറച്ച് വുഡിൻ്റെ ഒരു പ്ലൈവുഡിൻ്റെ കുറച്ച് വർക്ക് അവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് അതായത് ഷോയ്ക്ക് വേണ്ടി ജാളി വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോളാണ്, ലിവിങ് റൂമാണ്. ഹോളിൽ TV യൂണിറ്റിൻ്റെ ഏരിയ ഫുള്ള് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കർട്ടൻ ബ്ലൈൻഡായിരുന്നു സെലക്ട് ചെയ്തത്. പിന്നെ L ഷേപ്പൊരു സോഫയും വാങ്ങിച്ചിട്ടു. ടീപ്പോയൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ലിവിങ് റൂമിൽ നമ്മൾ ഉള്ള ജിപ്സം വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ വിൻഡോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഹോളിൽ നിന്ന് കയറി വരുന്ന ആ പാത്താണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള റൂമാണ്. ഇത് നമ്മൾ ഒരു ബെഡ്റൂമിലും നമ്മൾ ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തില്ല, ഷെൽഫ് കബോർഡൊന്നും വെച്ചില്ല നമ്മൾ. പിന്നെ കട്ടിലൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ബെഡൊക്കെ വാങ്ങിച്ചിട്ടു. ഇതാണ് താഴത്തെ എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്.
നമ്മുടെ ഡൈനിങ് റൂമാണ്. ഡൈനിങ് ടേബിളെല്ലാം ഇത് വാങ്ങിയിട്ട് നിന്ന്. ഇതെല്ലാം മയൂരി ഷോപ്പിംഗ് കോംപ്ലക്സ് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് എടുത്തത്. ഇപ്പം നമ്മൾ ഡൈനിങ് റൂമിലും ചെറിയ രീതിയിലൊരു ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മറ്റേ സീലിംഗ് ഫാൻ ഇടാതെ വാൾ ഫാനാണ് ഈ ഡൈനിങ് റൂമിൽ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ ബെഡ്റൂം സെറ്റെന്നും പറഞ്ഞ് ഒരെണ്ണം വാങ്ങുമായിരുന്നു. അങ്ങനെ ബെഡും ഈ ഡ്രസ്സിങ് ടേബിളും എല്ലാം കൂടെ ഒരു എമൗണ്ടിൽ നമുക്ക് കിട്ടി. ഇത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അടുത്ത് നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഇത് ഫസ്റ്റ് മോഡുലാർ കിച്ചണാണിത്. ഇതിൻ്റെ വർക്കെല്ലാം ചെയ്തത് ഇൻറ്റീരിയർ ലൈബ്രറി പത്തനംതിട്ട ഉള്ള ആൾക്കാരാണ്. നല്ല വർക്കാണ് കേട്ടോ അവരുടേത്. നമ്മുടെ വർക്ക് ഏരിയ. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയറാണ്. മുകളിൽ 2 റൂം എടുത്തിട്ട് രണ്ടിനും കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. അവിടെ നമ്മൾ ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് മുകളിലോട്ട് ഒരു ബാൽക്കണിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് അവിടെ കെട്ടി തിരിച്ചിട്ടേ ഉള്ളൂ. ഇത് കിണറിൻ്റെ ഏരിയയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ വ്യൂസൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ വെക്കാൻ പ്ലാൻ ചെയ്യുന്നവർ നമ്മുടെ വീടിൻ്റെ പ്ലാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.